യോനയുടെ പുസ്തകം 4 അധ്യായങ്ങളാണ് ഉള്ളത്. ആദ്യത്തേത് ഏമൻ ഹാലേലൂയ, ദൈവം യോനയെ വിളിക്കുന്നുണ്ട് നിനവെ പട്ടണത്തിൽ പോവാൻ. യോന അവിടുന്ന് ഓടി ഏമൻ ഹാലേലൂയ ഒളിയുന്നത് കാണാം. രണ്ടാമത്തത് ഏമൻ ഹാലേലൂയ, യോന മീൻ്റെ അകത്തിരുന്ന് നിലവിളിക്കുന്നതും ദൈവം യോനയെ വിടുവിക്കുന്നതും കാണാം. മൂന്നാമത്തെ അധ്യായത്തിൽ ഏമൻ യോന നിനവെ പട്ടണത്തിൽ പോയി ജനത്തിന്റെ മധ്യയിൽ അവരുടെ പാവങ്ങൾ പറയുന്നതും ദൈവത്തിന്റെ കോപം ഇറങ്ങാൻ പോകുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. നാലാമത്തെ അധ്യായത്തിൽ ആ ജനം ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് നിലവിളിച്ചപ്പോൾ ദൈവം അവരോട് ക്ഷമിക്കുന്നതും കാണാം. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയ അല്പകാര്യങ്ങൾ. ഒന്ന്, ദൈവസന്നിധിയിൽ നിന്ന്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ പറ്റത്തില്ല. യോനയെ ദൈവം വിളിക്കുകയാണ് നിനവെ പട്ടണത്തിൽ പോകാൻ. പക്ഷെ യോന എന്താണ് ചെയ്യുന്നത്? താർഷിഷിലേക്കുള്ള ഒരു ഷിപ്പിന്റെ അടിഭാഗത്ത് പോയി ഒളിച്ച് ഉറങ്ങുകയാണ്. ഹാലേലൂയ. ഒരു ദൈവദാസൻ ഇങ്ങനെയാണ് പറഞ്ഞത്, യോന ഒരു ദൈവഭക്തനായിരുന്നു. താൻ ചെയ്യുന്നത് തെറ്റാന്ന് നന്നായിട്ട് യോനയ്ക്ക് അറിയായിരുന്നു. ചില മനുഷ്യർ ഹാലേലൂയ ദുഃഖവും പ്രയാസവും ഭാരങ്ങളും വരുമ്പോൾ അവർ കണ്ടെത്തുന്ന ഒരു ആശ്രയമാണ് ഉറക്കം. അത് തന്നെയായിരിക്കും യോനയ്ക്ക് സംഭവിച്ചത്. ഹാലേലൂയ. യോന നോക്കിയപ്പോൾ ദൈവം വിടുന്നത് എവിടെയാണ്? ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ശത്രുവിന്റെ മധ്യയിൽ. ഹാലേലൂയ. ആ ഒരു പേടി കാരണമായിരിക്കും ചിലപ്പോൾ യോന ഓടിപ്പോയി ഒളിച്ചത്. ഹാലേലൂയ. എങ്കിലും ഹാലേലൂയ ആ ദൈവവേല ചെയ്യുവാൻ ആ ജനത്തിന്റെ മധ്യയിൽ ഹാലേലൂയ ദൈവം കണ്ടിരുന്നത് യോനയായിരുന്നു. ഹാലേലൂയ. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? ഹാലേലൂയ. കാറ്റും കടലും അലയും അടുപ്പിച്ചു. കമാൻഡ് ചെയ്തു. ഹാലേലൂയ.